ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്കൾസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത റെസിപ്പിയാണ്. പാസ്ത അധിക പേരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു സ്പൈസി ആയിട്ടുള്ള നമ്മളെ നാടൻ പാസ്തയാണ്. നാടനല്ല കേട്ടോ, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത്. ഇത് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് കൊടുത്തേക്കാൻ പറ്റുന്നതാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാക്കിയിട്ടാണ് കൊണ്ടുവരുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയല്. പിന്നെ അവരെ ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, മക്രോണി ടൈപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അമൂലിൻ്റെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് വേണമെന്നില്ല. പിന്നെ വെളുത്തുള്ളി, പിന്നെ 3 തരം ക്യാപ്സിക്കം, 3 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിക്കൻ എത്ര ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല, നമുക്ക് കുറച്ചുള്ളെങ്കിൽ അത്ര മതി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് മൊസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചീസ് തന്നെ എടുത്തത്. പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ്, മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ടൈം വേണം തിളക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ നോക്കിയിട്ട് പാസ്ത ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ആ 400 ഗ്രാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെന്ത് കഴിഞ്ഞാൽ വേർതിരിഞ്ഞ് കിട്ടും. ഇനി അതവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും ഇതെല്ലാം മുറിച്ചെടുക്കാം. ഞാൻ ഉള്ളി ഇതുപോലെ ചെറിയ കട്ടാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. 3 ഉള്ളിയും ഇതുപോലെ ചെറുങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാപ്സിക്കം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നടു പിളർന്നിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ 3 കളറും വേണമെന്നൊന്നുമില്ല, ഉള്ള എന്തെന്നാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കുന്നതാണ്. തക്കാളിയോ ക്യാരറ്റോ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് പച്ചക്കറി ഇതിലൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞ പാടന്നെ നമ്മളെ പാസ്ത വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കൊയ്യരുത്, ഒരു 3/4 വേവ് ആയി കിട്ടണം. ഞാനിത് അരിപ്പ കൊണ്ട് കോരിയിട്ട് വേറൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാസ്തയും നമ്മൾ അരിപ്പയിലേട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മസാല തയ്യാറാക്കാനാണ്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 1.5 ടീസ്പൂൺ മതി, അധികം വേണമെന്നില്ല. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേവാൻ വേണ്ടിയിട്ട് വേഗം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അധികം നേരം ഒന്നും വാടാൻ വേണ്ടി വെക്കണമെന്നില്ല. ആ സമയത്ത് തന്നെ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഒരുമിച്ചിട്ട് ഇനി ഒന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ഞാൻ മൂടി വെക്കുന്നുണ്ട്. അത് 1 മിനിറ്റ് മൂടി വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറൊരു മസാലയും വേണമെന്നില്ല, ഇത് മാത്രം മതി. ഇതൊന്ന് വാടിക്കിട്ടോ വേണ്ടുള്ളൂ. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കും. ഇത് ഞാൻ പറയുന്ന പോലെയൊന്നുമല്ല, സിമ്പിളാണ് ഉണ്ടാക്കിയതിന്. ഞാനിത് മക്കൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അധികവും ഞാൻ സ്കൂളിൽ ടിഫിൻ ബോക്സിന് കൊടുക്കലുണ്ട്. നല്ലത് ഹെൽത്തി ഫുഡ് തന്നെയാണ്. പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും അവർ പൂതിക്ക് പറയുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ആഴ്ചയിലോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും ഞാൻ. അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ ചോപ്പറിലാണ് ഞാൻ ക്രഷ് ചെയ്തിട്ടെടുക്കുന്നത്. ചതച്ച് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാണ്, അപ്പോൾ നമുക്കൊരു കടിക്കുന്ന പോലെ കിട്ടണം. ഇത് ഞാൻ ചോപ്പറിൽ കണ്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറുങ്ങനെ കുനുകുനാന്ന് പറഞ്ഞ് നമ്മൾ കത്തി കൊണ്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അത് ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ
നേരത്തെ കണ്ട നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ നല്ലോണം എല്ലെല്ലാം മാറ്റി വെച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ മെൽട്ടായിട്ട് വരുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെളുത്തുള്ളീൻ്റെ മണം ഒന്ന് വരണം കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം, തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൽ പിടിച്ചു പോവും. എന്നിട്ട് വേഗം തന്നെ നമ്മൾ സ്പാച്ചിലോ സ്പൂണോ കൊണ്ടോ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ ഇളക്കിയിട്ട് ബട്ടറിലെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പേന് ഒഴിച്ചു കൊടുത്തത്, പിന്നെ നമുക്ക് പോരാൻ തോന്നിയപ്പോൾ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണ്ടുള്ളൂ, നോക്കണം, കാരണം മസാലയും കൂടി ഇടുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം ചില അടി പിടിച്ച് പോവും നമ്മളിങ്ങനെ ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ. അടുത്തതായിട്ട് ഇതിലേക്ക് ഇടുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കില്ലേ 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിച്ചില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസിന് പകരം നമുക്ക് സ്ലൈസ് ചീസും ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയും ക്യാപ്സിക്കലും മസാലയില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ ഞാൻ ചിക്കൻ പൊരിച്ചത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാണ്ടും പാസ്ത ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ലാസ്റ്റായിട്ട് പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഫുള്ള് ഇട്ട് കൊടുക്കണമെന്നില്ല, കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതില്ലേ ടൈറ്റ് ഉണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് പാല് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടൈറ്റായിട്ട് വരും. ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള കറിയെല്ലാം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ എടുക്കുക, പക്ഷേ പാസ്ത ഇതൊന്നും അങ്ങനെയല്ല, നമ്മൾ ചൂടാലെ കഴിക്കണം, എന്നാലും ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് തിരിയുക. അപ്പോൾ ഇവിടെ പാസ്ത സെറ്റായിട്ടുണ്ട്. നമ്മളിത് അധിക നേരം വെക്കുന്നൊന്നുമില്ല. കുട്ടികളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ക്രീമായിട്ടുണ്ട്, ഇത് കാണും പോലെയൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ഇടാത്തതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യത്താൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ചില്ലി ഫ്ലെക്സ് കുറച്ചിട്ടും അങ്ങനെയെല്ലാം നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഒരുക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അത് മാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുട്ടികളെ സ്കൂൾ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മളെ യൂട്യൂബ് ചാനൽ 2K സബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. ഈ ഒരു റെസിപ്പി പാർട്ടി റെസിപ്പിയും കൂടിയാണ്. നമുക്ക് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേഗം തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.